ഖസാനത്തുൽ അൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Hi dear students, the last class we have discussed about R.K. Narayan and we have started the story My Quest for Love. My Quest for Love എന്നുള്ള സ്റ്റോറീൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. R.K. നാരായൺ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അഡോളസെൻ്റ് പീരീഡിൽ കൗമാര കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ചില രസകരമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നൊരു എക്സ്ട്രാക്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു എക്സ്ട്രാക്റ്റാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കാണുന്ന പെൺകുട്ടികളോടൊക്കെ സ്നേഹം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ആ ഒരു കാര്യം അദ്ദേഹം വളരെ ഫ്രാങ്കായിട്ട്, വളരെ ഓപ്പണായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ നോവൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഓട്ടോബയോഗ്രഫി എഴുതുകയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കുക, അതൊക്കെ വളരെ ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടു, അദ്ദേഹത്തെ നോക്കി ആരെങ്കിലും ചിരിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ അദ്ദേഹം വിചാരിക്കുന്നത് അവർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ പുറകെ നടക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ആൻഡ് ഓൾ ആർ വൺ സൈഡഡ് ലവ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കുറച്ച് അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു എൻജിനീയറിൻ്റെ സിസ്റ്റർ ഇല്ലോനെ കണ്ട് സ്നേഹിക്കുന്നു. പിന്നെ ഒരു സ്ക്വാറ്റ് ലംബി ഗേൾ, ഒരു തടിച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു. അങ്ങനെ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു നോട്ടം കണ്ട് അങ്ങനെ സ്നേഹിക്കുകയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻഫാച്യുവേഷൻ, നോട്ട് എ റിയൽ ലവ് ഇൻ ദ റിയൽ സെൻസ് ആക്ച്വലി. പിന്നെ അതിനുശേഷം അദ്ദേഹം ആ ഒരു പെണ്ണിനെ നമ്മൾ ലാസ്റ്റ് നിർത്തി അവിടെയാണ്, ആ സ്ക്വാറ്റ് ലംബി ഗേളിനെ. പിന്നെ എന്തുകൊണ്ടാണ് അത് വിട്ടത്? കാരണം ആ കുട്ടി വേണ്ട എന്ന് തോന്നിയതിന് കാരണം ഷീ വാസ് എ ഫ്ലേർട്ട്, അവൾ എല്ലാവരോടും ഫ്ലേർട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് അനദർ ഗേൾ ഹു വാസ് ഗോയിങ് ടു മഹാറാണീസ് കോളേജ് പഠിക്കുന്ന വേറൊരു കുട്ടിയായിട്ട് അദ്ദേഹം സ്നേഹത്തിലാവുന്നു. അതായത് ഇങ്ങോട്ട് സ്നേഹമില്ല, അങ്ങോട്ടേക്ക് വൺ സൈഡഡ് ലവ്. ഹു യൂസ് ടു ഗിവ് മീ എ സ്മൈൽ ആൻഡ് പാസ് ഓൺ. അവളെ സ്നേഹിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പേജ് നമ്പർ 33 ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ പകുതി. അവളെ സ്നേഹിക്കാൻ കാരണം വെച്ചാൽ അവൾ എല്ലാ ദിവസവും കാണുമ്പോഴൊക്കെ ഇവനെ നോക്കി ഒരു ചിരിക്കും. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ചിരിക്കുന്നത് എന്നെ ഇഷ്ടമായത് കൊണ്ടാവാം എന്നുള്ള ധാരണയിൽ ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹർ. ഓൾ ദിസ് ലവ് ഫോർ സം വൺ വാസ് നെസസറിലി വൺ സൈഡഡ് ആൻഡ് അൺസ്പോക്കൺ. അദ്ദേഹം പറയാണ്, ഓൾ ദിസ് ലവ് ഫോർ സം വൺ, അങ്ങനെ ആരോടെങ്കിലൊക്കെ തോന്നുന്ന സ്നേഹങ്ങൾ, അങ്ങനെ ഓരോ ആളുകളോടും തോന്നിയ സ്നേഹങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ എന്തായിരുന്നു? വാസ് നെസസറിലി, തീർച്ചയായിട്ടും വൺ സൈഡഡ് ആൻഡ് അൺസ്പോക്കൺ. അതൊക്കെ അൺസ്പോക്കൺ, തുറന്നു പറയാത്ത. മനസ്സിലിഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ആരോടും തുറന്നു പറയാനുള്ള ഒരവസരം കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ടൊന്നും നോക്കുക പോലും ചെയ്യാത്ത ആളുകളെയാണ് കയറി സ്നേഹിക്കുന്നത്. വാസ് ക്വൈറ്റ് അൺസ്പോക്കൺ ആൻഡ് വൺ സൈഡഡ്. ഒക്കെ വൺ സൈഡായിരുന്നു, ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അതൊക്കെ തുറന്നു പറയാം. അൺസ്പോക്കൺ എന്ന് പറഞ്ഞാൽ തുറന്നു പറയാത്തതാണ്, ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇറ്റ് മെയ്ഡ് നോ ഡിഫറൻസ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും, അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊരു ഉപകാരം അല്ലെങ്കിൽ അതുകൊണ്ടൊരു ചേഞ്ചോ ഒരു മാറ്റമോ ഒന്നും ഉണ്ടായില്ല. ഇറ്റ് ഗേവ് മീ എ ഫീലിംഗ് ഓഫ് എൻറിച്ച്മെൻറ്റ് ആൻഡ് പേർപ്പസ്. പക്ഷേ ഇങ്ങനെ ഒരു ഉപകാരം എനിക്ക്, അല്ലെങ്കിൽ ആർ.കെ. നാരായണൻ പറയാണ്, അദ്ദേഹത്തിന് ഒരു ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാതെ ആരും തിരിച്ച് സ്നേഹിക്കാത്ത ഈ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഇറ്റ് ഗേവ് മീ എ ഫീലിംഗ് ഓഫ് എൻറിച്ച്മെൻറ്റ് ആൻഡ് പേർപ്പസ്. അത് അദ്ദേഹത്തിന് കുറച്ച് നല്ല ഇമോഷൻസ് നൽകുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ കണ്ട് അവളെ സ്നേഹിച്ച് ഇങ്ങനെ പോകുമ്പം മനസ്സിലുള്ള മറ്റ് വിഷമങ്ങളൊക്കെ മറന്നുകൊണ്ട് എൻറിച്ച്മെൻറ്റ്, ഒരു മെച്ചപ്പെടൽ, മനസ്സിന് ആകെപ്പാടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൊരു മെച്ചപ്പെടൽ, അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷം, അതൊക്കെ കിട്ടിക്കൊണ്ട് പേർപ്പസ്, ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യബോധമൊക്കെ നേടാൻ ഇതൊക്കെ സഹായിച്ചു എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ള ഡിപ്രഷനോ അല്ല മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട്, അല്ല അതിലൊന്നും പെടാതെ നല്ല രൂപത്തിലേക്ക് പോകാൻ ഇതൊക്കെ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്.
Among an inner circle of friends, we always discussed girls and indulged in lewd jokes and enjoyed it all immensely. ഈ ആൺകുട്ടികൾക്കറിയാം, പൊതുവെ ആൺകുട്ടികൾ മാത്രമല്ല, പൊതുവെ മെയിൽ ജെൻസ് എന്ന് പറയുന്നത് അവർ ഒന്നോ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയാൽ അവരേതെങ്കിലും പെണ്ണിനെ കുറിച്ച് പറയും. പൊതുവെ അങ്ങനെ ഒരു എല്ലാവരും എന്നല്ല പറയുന്നത്, മോസ്റ്റ് മെയിൽ ഡിസ്കസ് അബൌട്ട് സം അതർ വിമൻ. അപ്പോൾ അവർ പൊതുവെ രണ്ടോ മൂന്നോ ആണുങ്ങൾ ചേർന്നാൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു സ്വഭാവം പൊതുവെ ആണുങ്ങൾക്കുണ്ട്. അപ്പം സ്ത്രീകളാണെങ്കിൽ പൊതുവെ അത് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് തന്നെ ആയിരിക്കാം നോർമലി. മേ ബി മാറ്റം ഉണ്ടാവാം, അറിയില്ല. എന്നിരുന്നാലും അപ്പോൾ ഇതേപോലെ ആർ കെ നാരായണൻ പറയാണ്, അദ്ദേഹവും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എമംഗ് ആൻ ഇന്നർ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ഫ്രണ്ട്സ് തമ്മിൽ, വളരെ അടുത്തുള്ള ഫ്രണ്ട്സുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇന്നർ സർക്കിൾ ഓഫ് ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ ഇന്നർ സർക്കിൾ, അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് വി ഓൾവേസ് ഡിസ്കസ്ഡ് ഗേൾസ്. എപ്പോഴും ആരെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, ആരെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു, പെൺകുട്ടികളെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഡിസ്കസ്ഡ് ഗേൾസ് ആൻഡ് ഇൻഡൾജ്ഡ് ഇൻ ലൂഡ് ജോക്സ്. പിന്നെ എന്തിൽ മുഴുകുമായിരുന്നു? ഇൻഡൾജ് എന്ന് പറഞ്ഞാൽ അതിൽ മുഴുകുക, അല്ലെങ്കിൽ ഇതിനൊന്നും ഏർപ്പെടുക, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ഇൻഡൾജ് എന്ന് പറയുക. എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്, അല്ല എന്തിലാണ് മുഴുകുന്നത്? ഇൻ ലൂഡ് ജോക്സ്. അതായത് സ്ത്രീകളെക്കുറിച്ച് ല്യൂഡ് ജോക്സ് പറയും. അതായത് ല്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വൾഗർ, വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ സെക്ഷൽ എന്നൊക്കെ പറയാം. സ്ത്രീകളെക്കുറിച്ച് ലൈംഗികമായിട്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ കമൻറ്റുകൾ പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് സ്ത്രീകളെ നോക്കി പറയാതെ ജെൻസ് രണ്ടോ മൂന്നോ ആണുങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും പെണ്ണിനെ കുറിച്ചിട്ട് അവളെക്കുറിച്ചിട്ടുള്ള വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഇത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇൻ ല്യൂഡ് ജോക്സ് ആൻഡ് എൻജോയ് ഇറ്റ് ഓൾ ഇമ്മെൻസ്ലി. അതൊക്കെ അവർ വല്ലാതെ എൻജോയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൊതുവെ ആണുങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അതൊക്കെ ആ സമയത്തൊരു ടൈം പാസിന് ഇങ്ങനെ രണ്ടോ മൂന്നോ പേര് കൂടുമ്പം ആരൊക്കെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോകും. ആ ഒരു ടൈം ദേ എൻജോയ് ഇറ്റ്. ദി ബ്ലൈൻഡ് ഏർജ് ടു ലവ് വെൻ ടു ഫാന്റാസ്റ്റിക് ലെങ്ത്സ്. ഇത് ഈ പറഞ്ഞ കാര്യമൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. പൊതുവെ ചില ആളുകളൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്യരുത്, നമ്മളൊന്നിനെയും എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുത്. ഓക്കെ, ദെൻ അദ്ദേഹം പറയാണ്, ദ ബ്ലൈൻഡ് ഏർജ് ടു ലവ് വെൻ ടു ഫാന്റാസ്റ്റിക് ലെങ്ത്സ്. അദ്ദേഹം പറയുന്നത് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അന്ധമായ ഏർജ് മീൻസ് ആഗ്രഹമാണ്. അപ്പോൾ അന്ധമായ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ അത്രയ്ക്ക് തീവ്രമായ ആഗ്രഹമാണ് എന്തിന്? ടു ലവ്, ആരെങ്കിലുമൊക്കെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി അദ്ദേഹം അതിയെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആരെങ്കിലും സ്നേഹിക്കണം എന്നുള്ള അന്ധമായ ആഗ്രഹം വെൻ ടു ഫാന്റാസ്റ്റിക് ലെങ്ത്സ്, ഒരുപാട് 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 തലങ്ങളിലേക്ക് പോയി എന്ന് പറയാണ്. അപ്പോൾ അതിനങ്ങനെ ലിമിറ്റേഷനൊന്നും ഉണ്ടായില്ല, കാരണം എല്ലാവരെയും സ്നേഹിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. അപ്പം അത് പറയാണ്, അദ്ദേഹം പറയാണ്, അത്രയ്ക്ക് മനസ്സിലത്രയ്ക്ക് അന്ധമായിട്ടുള്ള ആഗ്രഹമാണ് ആരെങ്കിലും സ്നേഹിക്കാൻ. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം ആരെയൊക്കെയോ സ്നേഹിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയാണ്, ഐ ഈവൻ ഫെൽ ഇൻ ലവ് വിത്ത് എ ലേഡി ഡോക്ടർ. അപ്പോൾ ഒരു ലേഡി ഡോക്ടറെ വരെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയാണ്. ഐ ഈവൻ ഫെൽ ഇൻ ലവ്, ഞാനൊരു ലേഡി ഡോക്ടറെ വരെ കയറി സ്നേഹിച്ചു എന്ന് പറയാണ്. ഹൂ ഹാഡ് കം ടു അറ്റൻഡ് മൈ മദർ. അതായത് അമ്മക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അമ്മയെ കെയർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ലേഡി ഡോക്ടറെ പോലും ഞാൻ എന്ത് ചെയ്തു? കയറി സ്നേഹിച്ചു. ബിക്കോസ് എന്തുകൊണ്ടാണ് സ്നേഹിച്ചതെന്ന് വെച്ചാൽ, ബിക്കോസ് ഷീ സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടു മീ വെനെവർ ഐ ഗ്രീറ്റഡ് ഹെർ. അതായത് അവളെ സ്നേഹിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഷീ സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടു മീ വെനെവർ ഐ ഗ്രീറ്റഡ് ഹെർ. അമ്മയെ നോക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ ഈ ആർ കെ നാരായണൻ ഡോക്ടറെ നോക്കിയിട്ടൊന്ന് ഗ്രീറ്റ് ചെയ്യും. പറഞ്ഞാൽ ഗുഡ് മോർണിംഗിനോ ഗുഡ് ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ ഹായ് മാഡം എന്നൊക്കെ പറഞ്ഞൊന്ന് ഗ്രീറ്റ് ചെയ്യും. ആ സമയത്ത് ആ ലേഡി ഡോക്ടർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ ആർ കെ നാരായണനോട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. സ്പോക്ക് എ ഫ്യൂ വേർഡ്സ്, കുറച്ച് വാക്കുകൾ, എന്തൊക്കെയാണ്, സുഖാണെന്നോ അല്ലെങ്കിൽ ചായ കുടിച്ചതെന്നോ അങ്ങനെയൊക്കെയുള്ള ചില നല്ല വാക്കുകൾ, ചില സെൻറ്റൻസുകൾ ആർ കെ നാരായണൻ ചോദിക്കുമായിരുന്നു. അപ്പം ഇങ്ങോട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം. ആ ഒരു സംസാരം കണ്ടതുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് എന്നെ ഇഷ്ടമായത് കൊണ്ടാവാം എന്ന് ആർ കെ നാരായണൻ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ആ ലേഡി ഡോക്ടറിനെ കയറി ആര് സ്നേഹിക്കുന്നു? ആർ കെ നാരായണൻ സ്നേഹിക്കുന്നു. ഷി വാസ് എ ബ്രിട്ടീഷ് ലേഡി.
അതൊരു ബ്രിട്ടീഷ് ലേഡിയായിരുന്നു, ഒരു ലേഡി ഡോക്ടർ ഫ്രം ബ്രിട്ടനിലെ ഒരു സ്ത്രീയായിരുന്നു. വെൽ പാസ്റ്റ് മിഡിൽ ഏജ്, അതൊരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ, അതായത് ഏകദേശം ഒരു 10-30 വയസ്സൊക്കെ ഉള്ളൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ലേഡിയായിരുന്നു. എന്നിട്ടും സ്റ്റൗട്ട് ആൻഡ് മാരീഡ്. മാത്രമല്ല ഷി വാസ് വെരി ഫാറ്റ്, സ്റ്റൗട്ട്, നല്ല ഫാറ്റൊക്കെ ആയിരുന്നു. ആൻഡ് മാരീഡ്, മാത്രമല്ല അവൾ കല്യാണമൊക്കെ കഴിച്ചതായിരുന്നു, വേറെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. ഒരു ബ്രിട്ടീഷ് ലേഡിയാണ്, ഡോക്ടറാണ്, ഓൾമോസ്റ്റ് മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞതാണ്. ആൻഡ് ഷി വാസ് വെരി സ്റ്റൗട്ട്. പക്ഷെ എന്നിട്ടും തന്നെ നോക്കി 2 വാക്ക് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലേഡി ഡോക്ടർ ആരെ സ്നേഹിക്കുകയാണ്? നമ്മുടെ ആർക്കനാരായണൻ സ്നേഹിക്കുകയാണ്. ദെൻ But I saw great possibilities in her and read a significance in every glance. പക്ഷേ അത് അദ്ദേഹം പറയാണ്, കല്യാണം കഴിഞ്ഞാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഐ സോ ഗ്രേറ്റ് പോസിബിലിറ്റീസ് ഇൻ ഹർ, ഞാൻ അവളിൽ ഒരുപാട് സാധ്യതകൾ കാണുന്നു എന്ന് പറയുന്നത്. കാരണം അവൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, ആ ഡോക്ടർ എന്നെ നോക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം, അതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ അവളിൽ കാണുന്നതുകൊണ്ട് ഐ റെഡ് എ സിഗ്നിഫിക്കൻസ് ഇൻ എവറി ഗ്ലാൻസ്, അവൾ ഓരോ നോട്ടത്തിലും, ഗ്ലാൻസ് എന്ന നോട്ടം, അവളുടെ ആ ഡോക്ടറുടെ ഓരോ നോട്ടത്തിലും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് അദ്ദേഹം ഊഹിക്കുകയാണ്, അദ്ദേഹം ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ലേഡി ഡോക്ടറെ സ്നേഹിക്കുന്നു. ലവ് എസ്പെഷ്യലി, അപ്പോൾ ഇനി ആർക്കനാരൻ പറയാണ്, ലവ് എസ്പെഷ്യലി വൺ സൈഡഡ് can know no bounds, physical, racial, of age or distance. ആർക്കനാരൻ പറയാണ്, ലവ്, സ്നേഹത്തിന് ഏത് സ്നേഹമാണ്? എസ്പെഷ്യലി വൺ സൈഡഡ്, ഒരു സൈഡിലുള്ള സ്നേഹം പ്രത്യേകിച്ച്. സ്നേഹത്തിന് മൊത്തത്തിൽ കണ്ണും കൈയില്ല നമ്മൾ പറയാറില്ലേ? സ്നേഹത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. കാരണം സ്നേഹിക്കുന്നവരങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നല്ല സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിച്ച് പോവുകയാണ്. അതിനുശേഷം ചോദിക്കും, ഇവനെന്തിനാ അവളെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഇവളെങ്ങനെ ഇവനെ സ്നേഹിച്ചത് എന്നൊക്കെ ചിലപ്പം പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവൻ കണ്ടില്ലായിരുന്നു ആദ്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ സ്നേഹത്തിന് ശരിക്കും സൗന്ദര്യമൊന്നും ഒരു പ്രശ്നമല്ല. ഒരാളെ സ്നേഹിച്ച് പോകുന്നത് തൊലീൻ്റെ നിറമോ അല്ലെങ്കിൽ വേറെ ഒന്നും കണ്ടിട്ടൊന്നും ആവില്ല. ഒരു സെക്കൻഡ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരാളോട് ചിലപ്പം നമുക്ക് സ്നേഹം തോന്നിപ്പോവും. ആ സ്നേഹം റിയൽ ആണെങ്കിൽ അതവിടെ അവശേഷിക്കുകയും ചെയ്യും. അത് ഓരോ സമയത്തും അത് ഇൻറ്റൻസായി വന്ന് അത് വളരെ ഡീപ്പാവുകയും ചെയ്യും. ഓക്കെ. പക്ഷെ അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതേപോലെ അദ്ദേഹം പറയാണ്, ലവ് എസ്പെഷ്യലി വൺ സൈഡഡ്, ഇതിന് 2 സൈഡിലുള്ള സ്നേഹമാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇനിയിപ്പം ഒറ്റ സൈഡിലുള്ള സ്നേഹത്തിന്, ഒരു വശത്തോട്ട് മാത്രം തോന്നുന്ന സ്നേഹത്തിന്, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്നേഹത്തിന് നോ ബൗണ്ട്സ്, ഒരു അതിരുമില്ല. കാരണം അതിന് അതിരിൻ്റെ ആവശ്യമില്ല, ഏതറ്റം വരെയും പോവാം എന്ന് അദ്ദേഹം പറയാണ്. കാരണം ഒരു സൈഡിലുള്ള സ്നേഹം, ഒരാളോട് മാത്രം തോന്നുന്ന സ്നേഹത്തിന് അതിൻ്റെ അതിരേ ഇല്ല. ബൗണ്ട് എന്ന് പറഞ്ഞാൽ അതിരാണ്, അതിർവരമ്പുകളൊന്നുമില്ല, അതിന് ഒരു അതിർവരമ്പുമില്ല. അത് എത്തറ്റം വരെ വേണമെങ്കിൽ പോവാം, ഒരു ലിമിറ്റേഷനും ഇല്ല. ഫിസിക്കലി അതിന് പ്രശ്നമല്ല, ഫിസിക്കലി ഏതറ്റം വരെയും വേണം പോവാം. കാരണം ഒരു സൈഡിലല്ലേ സ്നേഹമുള്ളൂ, മറ്റയാൾ അറിയുന്ന കൂടിയില്ല, ഇവൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് മറ്റയാൾ അറിയുന്ന കൂടിയില്ല. റേഷ്യലി, വംശീയമായിട്ട് ഒരു പ്രശ്നവുമില്ല അവിടെ, ജാതി പ്രശ്നമോ അല്ലെങ്കിൽ മതപ്രശ്നമോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഓഫ് ഏജ്, അവിടെ ഏജിൻ്റെ പ്രശ്നമില്ല, ഇനി അത് വയസ്സായാലും കുട്ടിയായാലും എന്തായാലും അവിടെ ഏജിൻ്റെ പ്രശ്നമില്ല. ഓർ ഡിസ്റ്റൻസ്, ദൂരത്തിൻ്റെ പ്രശ്നമില്ല. കാരണം ഇതൊക്കെ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, വൺ സൈഡ് ആകുമ്പം ഇത് മറ്റയാൾ അറിയുന്നില്ലല്ലോ, ഈ മനസ്സിൽ സ്നേഹമുള്ളത് മറ്റൊരാൾ അറിയുന്ന പോലുമില്ല. അപ്പം അതിനൊരു ബൗണ്ടില്ല, അതിനൊരു അതിരില്ല, അത് ഏതറ്റം വരെയും അങ്ങനെ സ്നേഹിച്ച് പോവാം. ഓക്കെ. അത് ആർക്കനാരായണൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. മൈ മോസ്റ്റ് ഇമ്പോസിബിൾ ഇൻഫാറ്റുവേഷൻ വാസ് ഫോർ എ പെൻ ഫ്രണ്ട് ഐ ഹാഡ് ഇൻ ഇംഗ്ലണ്ട്. ഇനി അദ്ദേഹം വേറൊരു ആളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളെ സ്നേഹിക്കുന്ന എക്സ്പീരിയൻസസ് കണ്ടു. അപ്പോൾ ഈ ഒരു ഡോക്ടറെ സ്നേഹിച്ച് കഴിഞ്ഞ് അടുത്ത് സ്നേഹിക്കുന്നത് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു മൈ മോസ്റ്റ് ഇമ്പോസിബിൾ ഇൻഫാറ്റുവേഷൻ, അത് ഒരിക്കലും നടക്കാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ഇൻഫാറ്റുവേഷൻ, ഭ്രമം, നേരത്തെ പറഞ്ഞല്ലോ ഭ്രമം, ഇൻഫാറ്റുവേഷൻ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരിക്കലും നടക്കില്ലെന്നറിയുന്ന, അത്ര ഉറപ്പ്, നടക്കൂലെന്ന് ഉറപ്പുള്ള ഒരു ഭ്രമം അദ്ദേഹത്തിന് തോന്നിയത് വാസ് ഫോർ എ പെൻ ഫ്രണ്ട്, ഒരു പെൻ ഫ്രണ്ടിനോട്. പെൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്നിനോടല്ല, അതൊരു കത്തിലൂടെ ബന്ധപ്പെട്ടൊരു ഒരു പെണ്ണിനോട്. അതായത് അവർ പരസ്പരം കത്ത് എഴുതുമായിരുന്നു. പരസ്പരം കത്ത് എഴുതുന്ന ഒരു രണ്ടാളുകൾ. അതിൽ ആർക്കനാരായണൻ എപ്പോഴും കത്ത് എഴുതുന്ന ഒരു പെണ്ണ്, അവളോടാണ് ആർക്ക് സ്നേഹം തോന്നുന്നത്? ആർക്കനാരായണന് സ്നേഹം തോന്നുന്നത്. ആളെ കണ്ടിട്ട് പോലുമില്ല. ഐ ഹാഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ആ ഒരു പെണ്ണ് എവിടെയുള്ളതാണ്? ഈ കത്തെഴുതുന്ന പെണ്ണ് ഇംഗ്ലണ്ടിലുള്ള പെണ്ണാണ്. ആർക്കനാരായണൻ എപ്പോഴും കത്ത് എഴുതാറുണ്ടായിരുന്ന ഒരു പെണ്ണ് ഇംഗ്ലണ്ടിലെ പെണ്ണാണ്. അവളോട് ഒരിക്കൽ പോലും കണ്ടില്ലെങ്കിലും അവളോട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് സ്നേഹം തോന്നാണ്.
വി എക്സ്ചേഞ്ച് ലെറ്റേഴ്സ് എവറി വീക്ക്. എല്ലാ ആഴ്ചയിലും അവർ പരസ്പരം കത്തെഴുതും. ഷീ സെൻഡ് മീ ഹെർ ഫോട്ടോഗ്രാഫ് ആൻഡ് ഐ സെൻഡ് ഹെർ മൈൻ. ഞാൻ അവൾക്ക് എൻ്റെ ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കും, അവൾ അവളുടെ ഫോട്ടോഗ്രാഫ് എനിക്ക് അയച്ചു തരും. ഫോട്ടോഗ്രാഫ് മീൻസ് ഫോട്ടോ. ഐ സെൻഡ് ഹെർ മൈൻ. ഞാൻ എൻ്റെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുക്കും. ഐ കെപ്റ്റ് ഹെർ ഫോട്ടോ ഇൻ മൈ ബ്രസ്റ്റ് പോക്കറ്റ് ആൻഡ് ഹോപ്ഡ് ഷീ ഡിഡ് ലൈക്ക് വൈസ് വിത്ത് മൈൻ. അദ്ദേഹം വിചാരിക്കുന്നത് ഐ കെപ്റ്റ് ഹെർ ഫോട്ടോ ഇൻ മൈ ബ്രസ്റ്റ് പോക്കറ്റ്. അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവൾ അയച്ചു തന്ന ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ, ബ്രസ്റ്റ് പോക്കറ്റിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രസ്റ്റ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ അദ്ദേഹം എപ്പോഴും അവളുടെ ഫോട്ടോ സൂക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ഐ ഹോപ്പ്, അദ്ദേഹം വിചാരിക്കുന്നത് ഷീ ഡിഡ് ലൈക്ക് വോയിസ് വിത്ത് മൈൻ. അവൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എൻ്റെ ഫോട്ടോ ഇങ്ങനെ തന്നെ പോക്കറ്റിലിട്ടിട്ട് എന്നെ സ്നേഹിച്ച് നടക്കുന്നുണ്ടാവും എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. 5000 മൈൽസ് അവേ. ഈ രണ്ടുപേരും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 5000 മൈൽസ് അവേ ആണ്. അതായത് 5000-ഓളം മൈൽ അകലെ, അതായത് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ദൂരം. അത്ര അകലത്തിൽ ഒരിക്കൽ പോലും കാണാത്ത കത്തിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരു പെണ്ണിനെ സ്നേഹിച്ച് പോക്കറ്റിൽ ഫോട്ടോ ഇട്ട് നടക്കുന്ന ഒരു ഭ്രാന്തനെയാണ് നമ്മൾ RK നാരായണനിലൂടെ ഇവിടെ കാണുന്നത്. മാത്രമല്ല അദ്ദേഹം വിചാരിക്കുന്നത് അവിടെ ഇംഗ്ലണ്ടിൽ ആ പെണ്ണും എന്ത് ചെയ്യുന്നുണ്ടാവും, എൻ്റെ ഫോട്ടോ പോക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും എന്ന് സ്വപ്നം കാണാണ്. ഈവൻ ഇഫ് ഐ വിഷ് ടു റീച്ച് ഹെർ, ഇനിയിപ്പോൾ എങ്ങാനും ഞാൻ അവളെ കാണാൻ ആഗ്രഹിച്ചാൽ തന്നെ, ഇറ്റ് വുഡ് മീൻ എ പിയാൻഡോ വോയേജ് ഓഫ് 4 വീക്സ്. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചതിന് അവിടെ ഒന്ന് പോയി കാണണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഒരു 4 ആഴ്ചയോളം വരുന്ന കപ്പൽ യാത്ര വരും. പിയാൻഡോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഷിപ്പ് കമ്പനിയാണ്, ബ്രിട്ടനിലെ ഷിപ്പിൻ്റെ കമ്പനി. അപ്പോൾ ഇങ്ങനെ വോയേജ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രയാണ്. കടലിലൂടെയുള്ള യാത്രക്കാണ് നമ്മൾ വോയേജ് എന്ന് പറയാം. കടലിലൂടെ യാത്ര ചെയ്യുന്നത് നമ്മൾ വോയേജ് എന്ന് പറയാം. അപ്പം എങ്ങാനും അവളൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അതൊരു 4 ആഴ്ചയോളം വരുന്ന കപ്പൽ യാത്ര വേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ ഐ റോട്ട് ഇംപാഷൻ ലവ് ലെറ്റേഴ്സ് വിച്ച് ഷീ റിജക്റ്റഡ് ഔട്ട് റൈറ്റ്. അപ്പോൾ RK നാരായണൻ എപ്പോഴും എന്ത് ചെയ്യും, അവൾക്ക് എഴുതുന്ന കത്തുകളൊക്കെ ഇംപാഷൻഡ് ലവ് ലെറ്റേഴ്സാണ്. അത് ഇംപാഷൻഡ് എന്ന് പറഞ്ഞാൽ വിത്ത് ഫുൾ ഓഫ് ഇമോഷൻസ്. ആ ലെറ്ററിൽ ഫുൾ ഓഫ് ഇമോഷൻസ് ആണ്. അതായത് ഒരുപാട് വികാരങ്ങൾ കത്തിലൂടെ ഇങ്ങനെ കോരി ചെരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അവളോടുള്ള സ്നേഹങ്ങളൊക്കെ ആ ഒരു ലെറ്ററിലൂടെ അദ്ദേഹം കാണിക്കുകയാണ്. ലവ് ലെറ്റേഴ്സ് വിച്ച് ഷീ റിജക്റ്റഡ് ഔട്ട് റൈറ്റ്. പക്ഷെ അവൾ എല്ലാത്തിനെയും എന്ത് ചെയ്യും, ഇവൻ അയക്കുന്ന ലവ് ലെറ്റേഴ്സ്, ഇവൻ്റെ മനസ്സിലുള്ള സ്നേഹം എല്ലാം എടുത്ത് കത്തിലേക്ക് കൊണ്ടുവരുന്ന ആ കത്തുകളൊക്കെ അവൾ എന്ത് ചെയ്യാറുണ്ട്, റിജക്റ്റ് ചെയ്യും. അവൾ അതിനൊക്കെ എന്ത് ചെയ്യും, അതിന് എഗ്രി ചെയ്യില്ല, അതിനോടൊക്കെ റിജക്റ്റ് ചെയ്യും, അതിനൊക്കെ എതിർക്കും. റിജക്റ്റ് എന്ന് പറഞ്ഞാൽ എതിർക്കും. റിജക്റ്റഡ് ഔട്ട് റൈറ്റ്, അവൾ കട്ട് ആൻഡ് റൈറ്റ് എന്ത് ചെയ്യും, അവൻ എഴുതുന്ന കത്തുകൾക്കൊക്കെ അതിനൊക്കെ എതിർക്കും. പക്ഷേ അവൾ എഴുത്ത് നിർത്തില്ല. അത് ഇവനിങ്ങനെ സ്നേഹമൊക്കെ ഇങ്ങനെ വാരി വിളമ്പി എഴുതി കത്തുകൾ അയക്കുമ്പം, പക്ഷേ അവൾക്ക് ഇവനെ ഇഷ്ടമൊന്നുമില്ല, അവനോടങ്ങനെ ഒരു സ്നേഹവും. പക്ഷേ ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ കത്തുകളൊക്കെ, ഈ സ്നേഹത്തിന് വരുന്ന ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ അവൾ എതിർക്കുമെങ്കിലും അവൾ കത്തെഴുതൽ നിർത്താറില്ല. അവൾ എന്ത് ചെയ്യും, കത്തെഴുതും. ഷീ റോട്ട് ബാക്ക് ഇംപേഴ്സണൽ. അപ്പോൾ ഇവൻ എഴുതുന്ന ഈ ലവ് ലെറ്റേഴ്സിന് മറുപടിയായിട്ട് അവൾ എഴുതാറുള്ളത് ഷീ റോട്ട് ബാക്ക് ഇംപേഴ്സണൽ ലെറ്റേഴ്സ്. അവൾ ഇങ്ങോട്ട് എഴുതുന്ന കത്തുകളൊക്കെ ഇംപേഴ്സണൽ ആയിരിക്കും. അതിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവളുടെ ഇമോഷൻസോ അല്ല അവളുടെ പേഴ്സണലായ കാര്യങ്ങളോ അങ്ങനെയുള്ളൊന്നും അതിലുണ്ടാവില്ല. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒന്നുമില്ലാത്ത ഒരു അല്ലാത്ത ജനറൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടുള്ള കത്തുകളാണ് അവൾ എഴുതാറ്. ഡിസ്ക്രൈബിങ് എ ഹോളിഡേ ഇൻ ബ്രൈറ്റൺ ഓർ ഹെർ ലേറ്റസ്റ്റ് കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്. അവൾ എഴുതുന്ന കത്തിലുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ തീമുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒന്നുകിൽ അവളുടെ ഏതെങ്കിലും ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സിറ്റിയാണ്, ആ സിറ്റിയിൽ അവൾ ചിലവഴിച്ച ഹോളിഡേ, അവളുടെ ഹോളിഡേ ചിലവഴിച്ചത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു കാര്യങ്ങളായിരിക്കാം, ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അവളുടെ കളക്ഷൻ ഓഫ് സ്റ്റാമ്പിനെ കുറിച്ചായിരിക്കാം, അവൾ കളക്ട് ചെയ്തുള്ള സ്റ്റാമ്പിനെ കുറിച്ചോ അല്ല അവളുടെ ഹോളിഡേനെ കുറിച്ചോ അല്ല മറ്റുള്ള അങ്ങനെ എന്തെങ്കിലും വളരെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവൾ കത്ത് എഴുതുന്നത്. പക്ഷെ അദ്ദേഹം എഴുതുന്ന കത്തുകളൊക്കെ ലവ് ലെറ്റേഴ്സാണ്. ഓൾദോ ഷീ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ടോൺ ഓഫ് മൈ ലെറ്റേഴ്സ് ഷീ നെവർ സ്റ്റോപ്ഡ് റൈറ്റിംഗ്. അദ്ദേഹം പറയണം, ഓൾദോ എന്നിരുന്നാലും ഇങ്ങനെ ഷീ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ടോൺ ഓഫ് മൈ ലെറ്റേഴ്സ്, ഞാൻ എഴുതുന്ന കത്തുകളിലെ ടോണ്, അതിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ, ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ സ്നേഹമാണല്ലേ, അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് കത്തുകളിലൂടെ കൺവേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കത്തുകളിലുള്ള എൻ്റെ ഈ ലവിൻ്റെ ടോൺ ഉണ്ടല്ലോ, ആ ഒരു സ്നേഹത്തിൻ്റെ ടോണ്
അത് അവൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യായിരുന്നു, അതിനെതിർക്കുമായിരുന്നു. കാരണം അതിനെതിരെ അവൾ പറയും, ഇത് ഇങ്ങനെയുള്ള ഇതൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ അവൾ പറയും, പ്രൊട്ടസ്റ്റ് ചെയ്യും, അതിനെതിരെയൊക്കെ അവൾ പ്രതിഷേധിക്കും. പക്ഷേ ഷി നെവർ സ്റ്റോപ്ഡ് റൈറ്റിംഗ്. ഇങ്ങനെയൊക്കെ അതിനൊക്കെതിരെ പ്രതിഷേധിച്ചാലും അവൾ എന്ത് ചെയ്യാറില്ല, എഴുത്ത് നിർത്താറില്ല. അവൾ എപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കും, കത്തിങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കും. ഷി നെവർ സ്റ്റോപ്ഡ് റൈറ്റിംഗ് ആൻഡ് ദാറ്റ് സീം ടു മീ എ ഹോപ്പ്ഫുൾ സൈൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവളോട് അങ്ങോട്ട് പറഞ്ഞിട്ടും അവൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ എഴുത്തങ്ങ് നിർത്തിയാൽ മതിയല്ലോ. പക്ഷെ അവൾ എഴുത്ത് നിർത്തില്ല, അവൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കാണുമ്പോൾ, വീണ്ടും വീണ്ടും കത്ത് എഴുതുന്ന കാണുമ്പം ഇദ്ദേഹം വിചാരിക്കും, അവളുടെ മനസ്സിൽ ശരിക്കും എന്തോ ഒരു ഇഷ്ടം എന്നോടുണ്ട്, അത് പുറത്ത് പറയാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഗിവ്ഡ് ഹിം സീം ടു മീ എ ഹോപ്പ്ഫുൾ സൈൻ. ഒരു ചെറിയൊരു പ്രതീക്ഷ, അല്ലേ, ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് നൽകുന്നത് എന്താണ്, അവൾ വീണ്ടും വീണ്ടും കത്തെഴുതുന്നതാണ്. സീം ടു മീ എ ഹോപ്പ്ഫുൾ സൈൻ, ഒരു പ്രതീക്ഷ അവിടെ ലഭിക്കുകയാണ് അദ്ദേഹത്തിന്. ഐ കണ്ടിന്യൂ ടു സെൻഡ് ഹെർ മൈ അൺമിറ്റിഗേറ്റഡ് ലവ് ഇൻ എവറി ലെറ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യൂ, അദ്ദേഹം നിർത്താറില്ല, അദ്ദേഹത്തിൻ്റെ ടോണും മാറ്റിയില്ല. കണ്ടിന്യൂഡ്, തുടരുകയാണ്, അതായത് ഈ ലവ് ലെറ്റർ തുടരുകയാണ്. ടു സെൻഡ് ഹെർ മൈ അൺമിറ്റിഗേറ്റഡ് ലവ്. അൺമിറ്റിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറയാത്ത, ഒരു കുറവും വരാത്ത, അതായത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ ഒരു കുറവും വന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലവ് ലെറ്ററിലൂടെ അവളെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ട്രഷേർഡ് ഹെർ കോൾഡ് ഇംപേഴ്സണൽ റിപ്ലൈസ്. പക്ഷെ ഇതിനൊക്കെ മറുപടിയായിട്ട്, ഇതിനൊക്കെ പകരമായിട്ട് അദ്ദേഹം സമ്പാദിക്കുന്നത് എന്താണ്, ആൻഡ് ട്രഷേർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് എഴുതുന്ന കത്തുകൾക്കൊക്കെ പകരമായിട്ട്, അങ്ങോട്ട് എഴുതുന്ന സ്നേഹത്തിൻ്റെ കത്തുകൾക്കൊക്കെ പകരമായിട്ട് അദ്ദേഹം സമ്പാദിച്ചത്, ട്രഷേർഡ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, അദ്ദേഹം സമ്പാദിച്ചത് എന്തായിരുന്നു, ഹെർ കോൾഡ്, തണുത്ത, അവളുടെ തണുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സ്നേഹമില്ല, കത്തിൽ സ്നേഹമില്ലാത്ത, ഹെർ കോൾഡ് ഇംപേഴ്സണൽ റിപ്ലൈസ്, ഒരു വ്യക്തിപരമായി ഒന്നുമില്ലാത്ത, വളരെ ഫോർമലായിട്ട് മാത്രം സംസാരിക്കുന്ന മറുപടികളാണ് അദ്ദേഹം സമ്പാദിച്ചത്. ആൻഡ് ദ സെൻഡ് ഓഫ് ഹെർ സ്റ്റേഷനറി ഫോർ ഇയേഴ്സ്. മാത്രമല്ല അവൾ അയക്കുന്ന കത്തിൻ്റെ ആ ഒരു മണം, സെൻഡ് എന്ന് പറഞ്ഞാൽ മണമാണ്, സ്മെല്ല്. ആൻഡ് ദ സെൻഡ് ഓഫ് ഹെർ സ്റ്റേഷനറി ഫോർ ഇയേഴ്സ്. അവൾ അയക്കുന്ന കത്തിൻ്റെ പേപ്പറിൻ്റെ മണവും ആ ഒരു പെന്നിൻ്റെ ഇങ്കിൻ്റെ മണവും ആ ഒരു മഷീൻ്റെയും പേപ്പറിൻ്റെയും മണവും, ഇത് മാത്രമാണ് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞത്. അങ്ങോട്ടേക്ക് സ്നേഹത്തിൻ്റെ കത്തുകൾ എഴുതിയാലും, ലവ് ലെറ്റേഴ്സ് എഴുതിയാലും, തിരിച്ചിങ്ങോട്ടതിന് പകരമായി സമ്പാദിച്ചതൊക്കെ ഇംപേഴ്സണലും കോൾഡായിട്ടുള്ള മറുപടികളും, മാത്രമല്ല ആ ഒരു പേപ്പറിൻ്റെയും മഷീൻ്റെയും ഒക്കെ സ്മെല്ല് മാത്രമായിരുന്നു. അൺടിൽ ഐ വാസ് മാരീഡ്. ഇത് ഏതുവരെ തുടർന്നു, അദ്ദേഹം കല്യാണം കഴിക്കുന്നവരെ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. അൺടിൽ എന്ന് പറഞ്ഞാൽ ഏതുവരെ ഐ വാസ് മാരീഡ്, അദ്ദേഹം കല്യാണം കഴിക്കുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് തുടർന്നു. വെൻ ഐ ത്രൂ ദം ഓവർ ദി വാൾ. കല്യാണത്തിന് ശേഷം എന്ത് ചെയ്തു, കല്യാണം ഫിക്സ് ചെയ്തപ്പം ഐ ത്രൂ ദം ഓവർ ദ വാൾ, ഈ കത്തുകളൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന് കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ കത്തുകളൊക്കെ വലിച്ചെറിഞ്ഞു. അപ്പോൾ അതുവരെ മാത്രം കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. ദെൻ നെക്സ്റ്റ്, ആഫ്റ്റർ ദ ഫാൾ സ്റ്റാർട്ട്സ് ദ റിയൽ തിങ് ഒക്കേർഡ്. അദ്ദേഹം പറയാണ്, അപ്പോൾ ഒരുപാട് ആളുകളെ സ്നേഹിച്ചു, ഒരുപാട് കണ്ടവരൊക്കെ സ്നേഹിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത്, ആഫ്റ്റർ ദ ഫാൾ സ്റ്റാർട്ട്സ്, ഇങ്ങനെ ഒരുപാട് തെറ്റായ തുടക്കങ്ങൾ, എല്ലാം പാളിപ്പോയല്ലോ അല്ലേ, ആരുടെയും സ്നേഹം തിരിച്ചു കിട്ടിയില്ല, ഇങ്ങനെല്ലാം പാളിപ്പോയി നിൽക്കുന്ന അവസ്ഥയിൽ ദ റിയൽ തിങ് ഒക്കേർഡ്, ആ ഒരു റിയൽ തിങ്, ദ റിയൽ കാര്യം എന്ത് ചെയ്തു, ഒക്കേർഡ് മീൻസ് സംഭവിച്ചു. എന്തായിരിക്കാം അത്, അദ്ദേഹത്തിൻ്റെ മാരേജ് തന്നെ. റിയൽ തിങ് ഒക്കേർഡ്. നോക്കാം എങ്ങനെയാണ് അദ്ദേഹം കല്യാണത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ജൂലൈ 1933. അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന സ്ത്രീകളൊക്കെ, ഗേൾസൊക്കെ കൈവിട്ട് പോയി, ആരുടെയും സ്നേഹം തിരിച്ചു കിട്ടിയില്ല. ഇനി റിയൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണിനെ കുറിച്ച് പറയാണ്. ഇൻ ജൂലൈ 1933, 1933 ജൂലൈ മാസം, ഐ ഹാഡ് ഗോൺ ടു കോയമ്പത്തൂർ. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവാണ്. ആ സമയത്ത് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു. എസ്കോർട്ടിങ് മൈ എൽഡർ സിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ എൽഡർ സിസ്റ്ററിൻ്റെ കൂടെ, മൂത്ത പെങ്ങളുടെ കൂടെ അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു ആ സമയത്ത്. ആൻഡ് ദെൻ സ്റ്റേയ്ഡ് ഇൻ ഹെർ ഹൗസ്. അങ്ങനെ കോയമ്പത്തൂർ പോയി അവളെ കൂടെ താമസിക്കുന്ന സമയത്ത് ആണ് എന്ത് ചെയ്യുന്നത്, ആരെയോ കാണുന്നത്. നോക്കാം. വൺ ഡേ ഐ സോ എ ഗേൾ ഡ്രോയിങ് വാട്ടർ ഫ്രം ദ സ്ട്രീറ്റ് ടാപ്പ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. ഒരു ദിവസം എന്ത് ചെയ്തു, അവിടുന്ന് ഐ സോ എ ഗേൾ ഡ്രോയിങ് വാട്ടർ ഫ്രം ദ സ്ട്രീറ്റ് ടാപ്പ്. ഒരു പെണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീറ്റ് ടാപ്പിൽ നിന്ന്, തെരുവിലെ ടാപ്പിൽ നിന്ന്, പൈപ്പിൽ നിന്ന് എന്ത് ചെയ്യാണ്,
വെള്ളമെടുക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ, വെള്ളമെടുക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ. ഡ്രോയിങ് വാട്ടർ, ഡ്രോയിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം വരക്കുന്നതല്ല കേട്ടോ, വെള്ളം എടുക്കുന്നതാണ്. ആ സ്ട്രീറ്റിലെ തെരുവിലെ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന ഒരു പെൺകുട്ടിയെ ആര് കാണുന്നു? നമ്മുടെ ആർ.കെ. നാരായൺ കാണുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. ആ സെക്കൻഡിൽ ആ ഒരു സെക്കൻഡിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ് അദ്ദേഹം? ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. ഫസ്റ്റ് സൈറ്റ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, കണ്ട കാഴ്ച തന്നെ എന്ത് ചെയ്യാണ് അദ്ദേഹം? ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. അവളായിട്ട് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളെ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടു. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ടോക്ക് ടു ഹെർ. തീർച്ചയായും അവളോട് ഒന്ന് സംസാരിക്കാനുള്ള സമയമൊന്നും അവന് കിട്ടിയില്ല, സംസാരിക്കാനുള്ള സമയമോ അവസരമോ കിട്ടിയില്ല. ഐ ലേൺ ദാറ്റ് ഷീ ഹാഡ് നോട്ട് ഈവൻ നോട്ടീസ്ഡ് മീ. മാത്രമല്ല അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തത് എന്ത്? ഐ ലേൺഡ്, അദ്ദേഹം മനസ്സിലാക്കിയെന്ത്? ദാറ്റ് ഷീ ഹാഡ് നോട്ട് ഈവൻ നോട്ടീസ്ഡ് മീ. അവൾ എന്നെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള അയാൾ മനസ്സിലാക്കി. പാസിങ് ആൻഡ് റീപാസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ വൈൽ ഷീ വെയിറ്റഡ് ടു ഫിൽ ദ ബ്രാസ് വെസൽ. വെസൽ എന്ന് പറഞ്ഞാൽ പാത്രം, ബ്രാസ് വെസൽ ആ ഒരു മെറ്റൽ പാത്രം, ആ ഒരു പാത്രം, വെള്ളം എടുക്കാൻ കൊണ്ടുവന്ന പാത്രം. ആ പാത്രത്തിൽ വെള്ളം പിടിക്കുന്ന സമയത്ത്, വെള്ളം നിറയുന്നത് കാത്ത് അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ മുന്നിലൂടെ ഒരുപാട് തവണ ആർ.കെ. നാരായൺ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ആൻഡ് റീപാസിങ്, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒരുപാട് തവണ അവളുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഐ ലേൺഡ് ദാറ്റ് ഷീ ഹാഡ് നോട്ട് ഈവൻ നോട്ടീസ്ഡ് മീ. അവൾ എന്നെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം. ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ വൈൽ ഷീ വെയിറ്റഡ് ടു ഫിൽ ദ ബ്രാസ് വെസൽ. അവൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവളുടെ മുന്നിലൂടെ ഒരുപാട് തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവൾ എന്നെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. ഐ ക്രേവ് ടു ഗെറ്റ് എ ക്ലിയർ ഫിക്സഡ് മെൻ്റൽ ഇംപ്രഷൻ ഓഫ് ഹെർ ഫീച്ചേഴ്സ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്രൈവ്ഡ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, ഡിസയേർഡ്, അതിയായി ആഗ്രഹിക്കുക, ക്രൈവ്ഡ് അല്ലെങ്കിൽ അതിയായ ആഗ്രഹത്തോട് ശ്രമിക്കുക എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ടു ഗെറ്റ് എ ക്ലിയർ ഫിക്സഡ് മെൻ്റൽ ഇംപ്രഷൻ ഓഫ് ഹെർ ഫീച്ചേഴ്സ്. അവളുടെ ശരീരത്തിൻ്റെ ആ ഒരു രൂപം, അവളുടെ ശരീരത്തിൻ്റെ പ്രകൃതി, ആ ഒരു ഹെർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൻ്റെ പ്രകൃതി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മൊത്തം ആ ഒരു രൂപം, അതിൻ്റെ ആ രൂപത്തിൻ്റെ ഒരു മെൻ്റൽ ഇംപ്രഷൻ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തി. അതായത് അവളൊന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടുവന്നിട്ട് അവളുടെ ഒരു രൂപം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരാളെ നോക്കിയിരുന്നുകൊണ്ട് അവളുടെ രൂപം കറക്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അതിനുള്ള സമയം കിട്ടിക്കാണില്ല. ബട്ട് ഐ വാസ് ഹാൻഡിക്കേപ്ഡ് ബൈ ദ ടൈം ഫാക്ടർ. പക്ഷെ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഐ വാസ് ഹാൻഡിക്കേപ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ശ്രമം അദ്ദേഹത്തിന് വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ടു അദ്ദേഹം. കാരണം എന്താണ്? ഹാൻഡിക്കേപ്ഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈയും ഒടിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല എന്നാണ്. അവളുടെ ഇമേജ് അല്ല അവളുടെ ഫീച്ചേഴ്സ്, അവളുടെ ശരീരത്തിൻ്റെ രൂപം കറക്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. കാരണം ടൈം ഫാക്ടറാണ്, അതിനാവശ്യമായ സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല. ആസ് ഷീ വുഡ് ബി അവൈലബിൾ ഫോർ സ്റ്റെയറിങ് അറ്റ് ഓൺലി അണ്ടിൽ ഹർ വെസൽ ഫിൽഡ്. കാരണം എന്താണ്? ഷീ വുഡ് ബി അവൈലബിൾ ഫോർ സ്റ്റെയറിങ്. ഈ സ്റ്റെയറിങ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുകയാണ്. തുറിച്ച് നോക്കാം. ഇപ്പം ശരിക്ക് 13 സെക്കൻഡിൽ കൂടുതൽ ഒരാണ് പെണ്ണിനെ തുറിച്ച് നോക്കിയാൽ പെണ്ണിനെ വേണമെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം അല്ലേ? സമ്മതമില്ലാതെ നോക്കുന്നത് പോലും തെറ്റാണ്. പക്ഷെ അങ്ങനെയുള്ള സമയത്താണ് ഒരു പെണ്ണിനെ തുറച്ച് നോക്കിക്കൊണ്ട് അവളുടെ ശരീരം മൊത്തം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ള ശ്രമം ആര് നടത്തിയത്? ആർ.കെ. നാരായൺ നടത്തുന്നത്. പക്ഷേ അതിനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം ഷീ വുഡ് ബി അവൈലബിൾ ഫോർ സ്റ്റെയറിങ്. അവളെ നോക്കാൻ അവൾ അവൈലബിൾ ആയപ്പോഴാണ് അറ്റ് ഓൺലി അണ്ടിൽ ഹെർ വെസൽ ഫിൽഡ്. ആ ഒരു പാത്രം നിറയുന്നത് വരെ മാത്രമേ അവൾ ആ പൈപ്പിൻ്റെ അടുത്ത് നിൽക്കുകയുള്ളൂ. പാത്രം നിറഞ്ഞാൽ വെസൽ ഫിൽ ആയാൽ എന്ത് ചെയ്യും? അവൾ പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു മെൻ്റൽ ഇമേജ് മനസ്സിലേക്ക് മൊത്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. വെൻ ഷീ വുഡ് ക്യാരി ദം ഓഫ്, ആ ഒരു പാത്രം നിറഞ്ഞാൽ എന്ത് ചെയ്യും? ഷീ വുഡ് ക്യാരി ദം ഓഫ്, അതെടുത്ത് അവൾ പോവും. ക്യാരി ദം ഓഫ് എന്ന് പറഞ്ഞാൽ ആ പാത്രം വെള്ളം എടുത്ത് അവൾ എന്ത് ചെയ്യും? ദൂരേക്ക് പോവും, അവളുടെ വീട്ടിലേക്ക് പോവും. ആൻഡ് നോട്ട് കം ഔട്ട് അഗെയിൻ അണ്ടിൽ ദ നെക്സ്റ്റ് വാട്ടർ ഫില്ലിംഗ് ടൈം. പിന്നെ അവൾ തിരിച്ചു വരുന്നത് എപ്പോഴായിരിക്കും? ഇടയ്ക്കിടയ്ക്കൊന്നും മുറ്റത്ത് കളിക്കാനൊന്നും വരില്ല. ആൻഡ് ഷീ വുഡ് കം ഔട്ട് ഓൺലി
അൺടിൽ ദ നെക്സ്റ്റ് വാട്ടർ ഫില്ലിംഗ് ടൈം. അടുത്ത വെള്ളം നിറക്കാനുള്ളൊരു അവസരത്തിൽ മാത്രമേ, അടുത്ത വെള്ളം എടുക്കേണ്ട അവസരത്തിൽ മാത്രമേ അവൾ എന്ത് ചെയ്യുള്ളൂ, വീടിൻ്റെ പുറത്തേക്ക് വരൂ. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവളുടെ ഒരു ഫീച്ചേഴ്സ്, അവളുടെ ശരീരത്തിൻ്റെ രൂപവും കാര്യങ്ങളും അവളുടെ മുഖവും ഒക്കെ ആ മനസ്സിലേക്കൊന്ന് ഒരു മെൻ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാണ്. അദ്ദേഹം ശ്രമിച്ചെങ്കിൽ നടന്നില്ല, സമയം കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. ഐ കുഡ് നോട്ട് റിയലി സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. അങ്ങനെ അവളെ നോക്കി വെറുതെ നിന്നിട്ട് സ്റ്റെയർ ചെയ്യാൻ, അവളെ തുറച്ച് നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. വാട്ട് എവർ ഇംപ്രഷൻ ഐ ഹാഡ് ഓഫ് ഹെർ വുഡ് ബി ത്രൂ എ സൈഡ് ഗ്ലാൻസ് വൈൽ പാസിങ് ദ ടാപ്പ്. അപ്പോൾ അവളെ ശരീരത്തെക്കുറിച്ചും അല്ല അവളെ മുഖവും അവളുടെ എക്സ്പ്രഷനും അവളുടെ ഫീച്ചേഴ്സൊക്കെ അതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൾ വെള്ളം എടുത്ത് പോകുമ്പം കിട്ടിയ ഒരു സൈഡ് ഗ്ലാൻസ്, ഒരു സൈഡിൽ നിന്ന് നോട്ടം, ഒരു സൈഡിൽ നിന്ന് നോക്കിയ നോട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ. അല്ലാതെ കറക്റ്റ് അവളെ കറക്റ്റ് വാച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറയാണ്. ഓൺലി എ സൈഡ് ഗ്ലാൻസ്, ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമേ കിട്ടിയുള്ളൂ. വൈൽ പാസിങ് ദ ടാപ്പ്, വെള്ളം എടുത്ത് പോകുന്ന സമയത്ത് സൈഡിൽ നിന്ന് അവളെ കണ്ട ആ ഒരു രൂപം, ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷൻ മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഐ സഫേർഡ് ഫ്രം എ കണ്ടിന്യൂവലി മെൽറ്റിംഗ് വിഷൻ. അദ്ദേഹം പറയാണ്, ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് ഒരു നല്ലൊരു ഇമേജ്, നല്ലൊരു വ്യൂ അവളെ അല്ലെങ്കിൽ നല്ല വിഷനിൽ അവളെ കാണാൻ കഴിയാത്തതിൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയാണ്. മെൽറ്റിംഗ് വിഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാത്ത വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പോൾ അവളുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ അവളെ കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഒരുപാട് സഫർ ചെയ്തു, ബുദ്ധിമുട്ടി എന്ന് പറയാണ്, വിഷമിച്ചു എന്ന് പറയാണ്. ദ ഓൺലി തിങ് ഐ വാസ് സർട്ടൻ ഓഫ് വാസ് ദാറ്റ് ഐ ലവ്ഡ് ഹെർ. അദ്ദേഹം പറയാണ്, എനിക്കറിയുന്ന കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ അവളെ മര്യാദയ്ക്ക് കണ്ടില്ലെങ്കിലും അവളെ കണ്ട് അവളുടെ ശരീരത്തിൻ്റെ രൂപമൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു മെൻ്റൽ ഇമേജ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ നോ ദാറ്റ് ഐ ലവ്ഡ് ഹെർ, അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. ആൻഡ് ഐ സഫേർഡ് ദ അഗണീസ് ഓഫ് റെസ്ട്രെയിൻഡ് ഇമ്പോസ്ഡ് ബൈ ദ സോഷ്യൽ കണ്ടീഷൻസ് ഇൻ വിച്ച് ഐ ലിവ്ഡ്. മാത്രമല്ല അദ്ദേഹം പറയാണ്, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ ഓൺലി തിങ് ഐ വാസ് സർട്ടൻ ഓഫ് വാസ് ദാറ്റ് ഐ ലവ്ഡ് ഹെർ, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ആൻഡ് ഐ സഫേർഡ്, ഞാൻ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം, എനിക്ക് വിഷമം ഉണ്ടായി എന്താ വെച്ചാൽ, ദ അഗണീസ് ഓഫ് റെസ്ട്രെയിൻഡ് ഇമ്പോസ്ഡ് ബൈ ദ സോഷ്യൽ കണ്ടീഷൻസ് ഇൻ വിച്ച് ഐ ലിവ്ഡ്. അഗണീസ് എന്ന് പറഞ്ഞാൽ വേദനയാണ്. അദ്ദേഹം വേദനിച്ചതിൽ, അദ്ദേഹം വിഷമിച്ചതിന് ഒരു കാരണം എന്ന് വെച്ചാൽ, എന്തിനാണ് വിഷമിച്ചതെന്ന് വെച്ചാൽ, തിങ്കിങ് അബൌട്ട് ദ റിസ്ട്രെയിൻഡ് ഇമ്പോസ്ഡ് ബൈ ദ സോഷ്യൽ കണ്ടീഷൻ. റിസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളാണ്, അല്ലെങ്കിൽ തടസ്സങ്ങൾ, നിയന്ത്രണങ്ങൾ. ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക. സമൂഹം ബൈ ദ സോഷ്യൽ കണ്ടീഷൻസ്, സമൂഹം അവരുടെ മേൽ, അവിടെയുള്ള ജീവിക്കുന്ന ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരുപാട് നിയന്ത്രണങ്ങൾ, അതോർത്ത് അദ്ദേഹം ഒരുപാട് വിഷമിച്ചു എന്ന് പറയാണ്. കാരണം നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, അവിടെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം സംസാരിക്കാറ് പോലുമില്ല. ആകെ സംസാരിക്കുക ഒന്നുകിൽ അവർ ആങ്ങളെയും പെങ്ങളുമായിരിക്കാം, അല്ലാതെ കാണുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളോട് പരസ്പരം സംസാരിക്കാറില്ലായിരുന്നു. അപ്പം അത്ര പോലും ബന്ധമില്ലാതെ വേറെ ലോകത്ത് ജീവിക്കുന്ന പോലെ ജീവിച്ചിരുന്ന ആ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മതങ്ങളും ഒക്കെ നമ്മുടെ മേലടിച്ചേൽപ്പിക്കുന്ന കുറേ നിയന്ത്രണങ്ങളുണ്ടാവും. ആ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് ചാടിക്കടന്ന് പോകുമ്പം നമ്മളെ പലരും വേറെ പല രൂപത്തിൽ ചിത്രീകരിക്കും. അല്ലേ, നമ്മൾ ധിക്കാരികളാവും. അപ്പം അങ്ങനെ പല രൂപത്തിൽ നമ്മൾ ചിത്രീകരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളിൽ ജീവിക്കേണ്ടി വന്നത് ഓർത്ത് അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഓക്കെ അല്ലേ. ഇനി അദ്ദേഹം പറയാണ്, ദ ടോൾ ഹെഡ് മാസ്റ്റർ, ഹെർ ഫാദർ വാസ് എ ഫ്രണ്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ഓഫൻ ഡ്രോപ്ഡ് ഇൻ ഫോർ എ ചാറ്റ് വിത്ത് ദ എൽഡേഴ്സ് അറ്റ് ഹോം വൈൽ ഓൺ ഹിസ് വേ ടു ദ സ്കൂൾ വിച്ച് വാസ് അറ്റ് എ കോർണർ ഓഫ് അവർ സ്ട്രീറ്റ്. ഇനി ഈ പെണ്ണ് അദ്ദേഹം കണ്ട് ടാപ്പിൽ വെള്ളം എടുക്കാൻ വേണ്ടി സ്ട്രീറ്റ് ടാപ്പിൽ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കണ്ട ഒരു പെണ്ണ്, അവളുടെ ഫാദർ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഹെർ ഫാദർ വാസ് എ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആർ കെ നാരായണൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയായിരുന്നു. അപ്പോൾ ആർ കെ നാരായണൻ്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള
ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററിൻ്റെ മകളാണ് ഈ പെണ്ണ്. ആൻഡ് ഓഫൺ മീൻസ് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും ഡ്രോപ്ഡ് ഇൻ ഫോർ ചാറ്റ് വിത്ത് എൽഡേഴ്സ് അറ്റ് ഹോം. അദ്ദേഹം ഈ ഹെഡ് മാസ്റ്റർ വല്ലപ്പോഴും ഒക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആർ കെ നാരായണൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വന്ന് ഇവരുടെ വീട്ടിലെ എൽഡേഴ്സായിട്ടൊക്കെ വന്നിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇൻഫോ ചാറ്റ് വിത്ത് എൽഡേഴ്സ് അറ്റ് ഹോം വൈൽ ഓൺ ഹിസ് വേ ടു ദി സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ആർ കെ നാരായണൻ്റെ എൽഡേഴ്സ്, അച്ഛനോ അമ്മയോ അവരോടൊക്കെ ഇദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു. വിച്ച് വാസ് അറ്റ് എ കോർണർ ഓഫ് അവർ സ്ട്രീറ്റ്. ആ സ്കൂൾ അവരുടെ സ്ട്രീറ്റിൻ്റെ ഒരു കോർണർ തന്നെയായിരുന്നു. The headmaster's daughter and the school were all within geographical reach and hailing distance. ഈ ഹെഡ് മാസ്റ്ററിൻ്റെ പെൺകുട്ടിയും ഹെഡ് മാസ്റ്ററിൻ്റെ മകളും ഈ ഹെഡ് മാസ്റ്റർ വർക്ക് ചെയ്യുന്ന സ്കൂളും ഈ ആർ കെ നാരായണൻ്റെ വീടും ഇതൊക്കെ വളരെ അടുത്തായിരുന്നു. വർ ഓൾ വിത്തിൻ ജോഗ്രഫിക്കൽ റീച്ച്. ഒക്കെ ഒരു ജോഗ്രഫിക്കൽ റീച്ചിൻ്റെ ഉള്ളിലായിരുന്നു. വളരെ അടുത്ത ഒരു ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ വളരെ അടുത്തായിരുന്നു, ചുറ്റുവട്ടത്ത് തന്നെയായിരുന്നു. ആൻഡ് ഹെയിലിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ വിളി കേൾക്കുന്ന സ്ഥലത്താണ്. അല്ലേ, നമ്മൾ പറയില്ലേ വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരം. അപ്പോൾ അധികം ദൂരമൊന്നുമല്ല, ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരം മാത്രമേ ഇവരുടെ ഈ ഹെഡ് മാസ്റ്ററുടെ വീടും ആർ കെ നാരായണൻ്റെ വീടും ഹെഡ് മാസ്റ്ററിൻ്റെ വർക്ക് ചെയ്യുന്ന സ്കൂളൊക്കെ തമ്മിലുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് അതൊക്കെ വളരെ അടുത്തായിരുന്നു. ഒരു ചെറിയൊരു ഇതൊക്കെ വളരെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ദ റെസ്ട്രെയിൻറ്റ് ഇമ്പോസ്ഡ് ബൈ ദ സോഷ്യൽ കോഡ് ക്രിയേറ്റഡ് ബാരിയേഴ്സ്. ഇത്ര അടുത്താണ് ഇവർ ഇത്രയും കാലം ജീവിച്ചതെങ്കിൽ പോലും ഇവരെ മകളെ കാണാൻ ഇതുവരെ ആർ കെ നാരായണന് അവസരം കിട്ടിയിരുന്നില്ല. അല്ലേ, അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ ബാരിയേഴ്സാണ് ക്രിയേറ്റഡ്. ഈ സമൂഹം ഈ സോഷ്യൽ കോഡുകൾ, ഒരുപാട് സോഷ്യൽ കോഡുകൾ, സ്ത്രീകളും പുരുഷരും പരസ്പരം സംസാരിക്കരുത്, രാത്രി പുറത്തിറങ്ങരുത്, വൈകുന്നേരം പുറത്തിറങ്ങരുത്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പെൺകുട്ടികൾ പഠിക്കാൻ പോകരുത്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കോഡുകൾ ദറ്റ് ക്രിയേറ്റഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സമൂഹത്തിൻ്റെ കോഡുകൾ, മതത്തിൻ്റെ കോഡുകൾ, ഇതൊക്കെ തടസ്സങ്ങളായി മാറി. ഈ തടസ്സങ്ങൾ കൊണ്ടാണ് ഇത്രയും അടുത്തുണ്ടായിരുന്ന ഇവർ ഇത്രയും കാലം കാണാൻ അവസരം ലഭിക്കാതെ പോയത്. I attempted to overcome them by befriending the headmaster. അപ്പോൾ ആർ കെ നാരായണൻ എന്തായാലും ഇവളങ്ങ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഇവളെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പ്ലാൻ ചെയ്തു. ഐ അറ്റംപ്റ്റഡ് ടു ഓവർകം ദം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സാമൂഹിക തടസ്സങ്ങളും, സമൂഹം കൊണ്ടുവന്നിട്ടുള്ള അടിച്ചേൽപ്പിച്ചിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഓവർകം ചെയ്തുകൊണ്ട് ആ പെണ്ണിനെ സ്വന്തമാക്കാനുള്ളൊരു ശ്രമം ആർ കെ നാരായണൻ നടത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ബൈ ബിഫ്രണ്ടിങ് ദ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഹെഡ് മാസ്റ്ററിനെ ബിഫ്രണ്ട് ചെയ്യുന്നു. ബിഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആക്കുന്നു, ഹെഡ് മാസ്റ്ററുമായിട്ട് കമ്പനി ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹി വാസ് എ ബുക്ക് ലവർ. ഹെഡ് മാസ്റ്റർ ഒരു ബുക്ക് ലവർ ആയിരുന്നു. അപ്പോൾ നമ്മൾ വളക്കുന്ന പെണ്ണിനെ കെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അച്ഛനെയും അമ്മേനെയും കൂടെ വളക്കണം, അല്ലേ. അച്ഛനെ അമ്മയെയും ഇമ്പ്രസ് ചെയ്യാൻ കഴിയണം. അവരെ ഇമ്പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്തിച്ചേരുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒരു ചെക്കനെ ഇഷ്ടമായാൽ അറേഞ്ച്ഡ് മാരേജിൻ്റെ രൂപത്തിൽ തന്നെ പ്രൊസീഡ് ചെയ്യാമല്ലോ. അപ്പം അതിനു വേണ്ടിയായിരിക്കാം അദ്ദേഹം എന്ത് ചെയ്യാണ്, ആദ്യം പെണ്ണിനെ കണ്ടെത്തി അവളെ പിന്നെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഹെഡ് മാസ്റ്ററിനെ അങ്ങ് വളക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിനെ കമ്പനിയാക്കാൻ തീരുമാനിക്കുകയാണ്. ഹി വാസ് എ ബുക്ക് ലവർ. ഹെഡ് മാസ്റ്റർ എന്തായിരുന്നു, ഒരു ബുക്ക് ലവർ ആയിരുന്നു. മീൻസ് അത് നല്ല വായിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ ലിറ്റററി മാറ്റേഴ്സ്. സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഹെഡ് മാസ്റ്റർ. ആൻഡ് വി ഫൗണ്ട് മെനി കോമൺ സബ്ജക്ട്സ് ഫോർ ടോക്ക്. അതുകൊണ്ട് തന്നെ ആർ കെ നാരായണനും ഈ ഹെഡ് മാസ്റ്ററും തമ്മിൽ കാണുന്ന സമയത്തൊക്കെ ഇരുന്ന് ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. We got into a habit of meeting at his school after the school hours and discussing the world. അങ്ങനെ അവർ തമ്മിൽ വളരെ അടുത്തു, വളരെ കമ്പനിയായി. എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യും, ആർ കെ നാരായണൻ പതുക്കെ ആ സ്കൂളിൻ്റെ അടുത്തേക്ക് പോയി ഹെഡ് മാസ്റ്ററിനെ കാണും. ആഫ്റ്റർ ദ സ്കൂൾ അവറിന് ശേഷം ഹെഡ് മാസ്റ്ററിനെ കണ്ട് അവർ തമ്മിൽ അടുത്തിരുന്ന് ദേ ഡിസ്കസ് ദ വേൾഡ്. അവർ ലോകത്തെക്കുറിച്ച് സംസാരിക്കും, ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. Seated comfortably on a cool granite pile in front of a little shrine of Ganesha in the school compound. ആ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയുള്ള
ഗണേശൻ്റെ അമ്പലം, ഗണേശ അമ്പലത്തിൻ്റെ ഷ്രൈൻ എന്ന് പറഞ്ഞാൽ അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുറ്റത്ത് ഉള്ളൊരു ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയൊരു പയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ്, ഇരിക്കുന്ന സ്ഥലം. ആ അമ്പലത്തിൻ്റെ മുന്നിൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു ഇരിപ്പിടമുണ്ട്, പയലുണ്ട്. ആ പയലിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ഈ ആർ.കെ. നാരായണനും ഈ പെണ്ണിൻ്റെ അച്ഛൻ ഹെഡ് മാസ്റ്ററും ഒരുപാട് കാര്യങ്ങൾ, ലിറ്റററി മാറ്റേഴ്സ്, സാഹിത്യപരമായ കാര്യങ്ങളും മറ്റ് ലോകപരമായ കാര്യങ്ങളൊക്കെ അത് ഡിസ്കസ് ഈച്ച് അതർ. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാണ് അദ്ദേഹം, ആർ.കെ. നാരായണൻ ഈ അവളുടെ അച്ഛൻ ഹെഡ് മാസ്റ്ററായിട്ട് എന്ത് ചെയ്യാണ്, നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. നമുക്ക് ബാക്കി നെക്സ്റ്റ് ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കാം, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ.